ഇന്ത്യയുമായി താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയ്ക്കും തിരിച്ചടിയുണ്ടല്ലോ ഈ താരിഫ് യുദ്ധം. പല കോൺട്രാക്റ്റുകളും പല രാജ്യങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ആയുധ ഇടപാടുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഈ താരിഫ് യുദ്ധം ബാധിക്കാൻ പോകുന്നത്? അത് ദോഷമായിട്ട് ബാധിക്കുകയാണോ അത് അനുഗുണമായിട്ട് വരുന്നുണ്ടോ അമേരിക്കയ്ക്ക്? യാതൊരു സംശയം എൻ്റെ അമേരിക്കയെ അഡ്വേഴ്സായിട്ട് പറ്റി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് 3.3 ട്രില്യൺ ഇമ്പോർട്ടും സം 2.something എക്സ്പോർട്ടുമാണ് അവർക്കുള്ളത്. അതായത് ഏതാണ്ട് 1.5 ട്രില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് ഡെഫിസിറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നോക്കുമ്പോഴേ നമുക്ക് ഈ ചോദ്യത്തിൻ്റെയൊക്കെ മനസ്സിലാക്കാറുണ്ട്. അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് കൂടുതൽ എക്സ്പെൻസീവായി വന്നപ്പോൾ അവർ അത് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ ഫാക്ടറികളിൽ നിന്ന് മാറ്റി ലാർജ് സ്കെയിൽ ഷിഫ്റ്റിംഗ് ഓഫ് ഫാക്ടറീസ് മാറ്റിയിട്ട് അവിടെ ഉണ്ടാക്കി ചീപ്പായിട്ട് കൊണ്ടുവന്നിവിടെ ഉപയോഗിക്കും. ഇത് കഴിഞ്ഞ 20-25 കൊല്ലമായിട്ടാണ് ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ സാധനങ്ങൾ ചീപ്പായിട്ട് അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇൻഫ്ലേഷന് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ട്രംപ് പറയുന്നത് അതിനകത്ത് ലോജിക്കുണ്ട്. ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകാം. ഒബാമ പറഞ്ഞതാണ്. പക്ഷെ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം. അപ്പോൾ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വില വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. പക്ഷേ ഇപ്പോൾ ഈ ടാരിഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഇൻഫ്ലേഷൻ വന്നു വരുന്നു. അപ്പം ഈ ടാരിഫുകൾ കൂടുതലായിട്ട് ചാർജ് ചെയ്യുന്ന രാജ്യങ്ങളാണ് അവരുടെ കാര്യം നോക്കാതിരിക്കാൻ പോകും. വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിൽ ഈ അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് എഗ്രിമെൻറ്റിന് യാതൊരു വിലയില്ല. അപ്പം അവർ നാഫ്ത എന്ന് പറഞ്ഞ ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് കാനഡയും പിന്നെ മെക്സിക്കോയും അമേരിക്കയും കൂടെ ഉണ്ടാക്കിയ ട്രേഡ് എഗ്രിമെൻറ്റ് അത് പണ്ട് ബുഷാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ക്ലിൻ്റനാണ് സൈൻ ചെയ്തത്. ബുഷ് ഫാദർ ആണ് തുടങ്ങിയത്. ക്ലിൻ്റൺ അത് സൈൻ ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഫസ്റ്റ് ടൈമിൽ ട്രംപ് അതെല്ലാം കൂടെ പറഞ്ഞാൽ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് റീനെഗോഷിയേറ്റ് ചെയ്തു. ആ കോൺട്രാക്ട് പിന്നെ വേറെ ഒന്നാക്കി മാറ്റി. ഇപ്പം പറയുന്നത് അത് കാര്യമല്ല. അപ്പം അമേരിക്കയുമായിട്ട് ഓരോ ഒരു ട്രേഡ് റിലേഷൻ്റെ ഒരു പ്രശ്നമാണ്. അവർ പറയുന്നത് ഒന്നും റെസ്പെക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് പവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം. ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പം വെജിറ്റബിൾസിൻ്റെ പ്രൈസസ് അമേരിക്കയിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ലൈക്ക് ടൊമാറ്റോസ്, ക്യാബേജ് പോലെയുള്ളതെല്ലാം. അതെല്ലാം വരുന്നത് മെക്സിക്കോയിലാണ്. ഇപ്പോൾ മെക്സിക്കോ ദാറ്റ് ലാർജ് എക്സ്പോർട്സ് ടു അതർ കൺട്രീസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അമേരിക്കയിൽ ഇപ്പോൾ ഷോർട്ടേജ് ആണ്. ടൊമാറ്റോ ഒന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾ അമേരിക്ക കൂടുതലായിട്ട് വരും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു പാരമ്പര്യ ശത്രു എന്ന് നമ്മൾ കരുതുന്ന ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുന്നതാണ്. അങ്ങനെ ഒരു ചൈന റഷ്യ ഇന്ത്യ ബന്ധം വന്നാൽ, ഒരു സൗഹൃദം രൂപപ്പെട്ടാൽ അത് നിർണായക ശക്തിയായി മാറാൻ സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും അത് ലോക ശാക്തിക ചേരികളെ മാറ്റിമറിക്കുന്നത്? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നത്തിങ് കാൾഡ് പെർമനൻറ്റ് റിലേഷൻ, പെർമനൻറ്റ് ഇൻട്രസ്റ്റ് മാത്രമേ. നമ്മുടെ താല്പര്യം എന്താണ്? ആ താല്പര്യം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുമ്പോൾ അത്തരം ഒരു റിലേഷൻ എന്നുള്ളത്. അതിപ്പം അമേരിക്കയിലും കൊള്ളാം, പിന്നെ ചൈനയിലും. പക്ഷേ റഷ്യയുമായിട്ടുള്ള റിലേഷൻ അതല്ല. അതായത് 1971 മുതൽ, അതിന് മുമ്പത്തെ ആയിരുന്നു. പക്ഷേ 1971 മുതൽ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് കരാറും നമ്മുടെ മിസസ് ഇന്ദിരാഗാന്ധി യുദ്ധത്തിൻ്റെ സമയത്ത് നടത്തിയ കരാറും അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്നും എല്ലാ സമയത്തും ഒരു സുഹൃത്താണ്. അപ്പം അങ്ങനെയുള്ള റഷ്യയെ നമ്മൾ തള്ളി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റും, ഇന്ത്യ ആയാലും കോൺഗ്രസ് ആയാലും നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം ഈ ചോദ്യത്തിനകത്ത് ഉത്തരം രണ്ടായിട്ട് വരും. ഒന്ന്, റഷ്യയുമായിട്ടുള്ള റിലേഷൻ പെർമനൻ്റ് ആയിരിക്കും.
അത് പെർമനൻ്റായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അതായത് സംശയങ്ങളൊന്നുമില്ല. പിന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം അത് ട്രാൻസാക്ഷനാണ്. അതായത് ഇന്ത്യയും ചൈനയും രണ്ട് കമ്പീറ്റിംഗ് പവേഴ്സാണ്. അപ്പം നമ്മുടെ ഈ ബോർഡർ ഇഷ്യൂസൊക്കെ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തന്നെയും ഇന്ത്യയും ചൈനയും രണ്ടുപേരും, ചൈന ആൾറെഡി അത് തന്നെയാണ് ഒരു ലോക പവറായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യ അതിലേക്ക് ആ സ്റ്റേജിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അമേരിക്ക ചൈനയെ ഒപ്പോസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ചൈനയെ അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ. അപ്പോൾ ഇന്ത്യ ആ സ്റ്റേജ് എത്തിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് ചൈനയും അമേരിക്കയും എല്ലാം ഇന്ത്യയെ താഴ്ന്നതിനായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻ ട്രാൻസാക്ഷണലായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ടില്ല. ഇതാണ് രണ്ട് വാസ്തവം. ഈ നേരത്തെ നമ്മളൊരു ഗ്ലോബൽ മെറ്റ്ലൗൺ ഉണ്ടായല്ലോ സാർ, ആഗോള മാന്ദ്യം ഉണ്ടായല്ലോ. ആ മാന്ദ്യത്തിലൊക്കെ ഇന്ത്യക്ക് വളരെ നന്നായിട്ട് ഉയർന്നു വരാൻ പറ്റി. ബാങ്കുകളൊക്കെ തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തമായിട്ട് തന്നെ നിന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്കയുടെ താരിഫ് നയങ്ങളും യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, താരിഫ് യുദ്ധവും ഒക്കെ ഇന്ത്യക്ക് വളരെ നന്നായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് തന്നെയാണോ? യാതൊരു സംശയമില്ല. അപ്പം യാതൊരു സംശയമില്ലാതെ ഞാൻ പറയുമ്പോൾ ഇതിനു മുമ്പ് 2008 സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നതിന് എന്നുള്ളൊരു വാസ്തവമാണ്. പലരും ചെയ്യാത്ത ചെയ്തു. അന്ന് അത് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെ RBIയുടെ പോളിസിയിൽ ഒരു ലിക്വിഡിറ്റി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻബിൽ പ്രൊവിഷൻ ഈ SLR എന്നും CRR എന്നും പറഞ്ഞ രണ്ട് റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് പണം പൊതു സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സാധിച്ചു. അതുകൊണ്ടാണ് അന്ന് പ്രശ്നം വരാറുണ്ട്. 2008 ഇന്ത്യ അതിനെ വിസ്റ്റാൻഡ് ചെയ്തത് പ്രധാനമായും RBIയുടെ ഒരു പോളിസി ഡിസിഷൻ കൊണ്ട് മാത്രമാണ്. അതായത് ഈ മാന്ദ്യം വന്നപ്പോൾ മാർക്കറ്റിലേക്ക് പൈസ ഇറക്കാനായിട്ട് ബാങ്കുകളിൽ നിന്നും പൈസ ഇറക്കാനായിട്ടുള്ള സാധ്യത കൊണ്ടുവന്നിട്ട് ഈ CRR എന്നും SLR എന്നും പറഞ്ഞ രണ്ട് റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാങ്കുകളിൽ നിന്നും പൈസ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടത്. അതേ ഒരു സിറ്റുവേഷനിൽ പരിധിവരെ ഇന്നുമുണ്ട്. അത്രയും ഇല്ലെങ്കിലും ഇന്നും അതേവരെ വരും. രണ്ട്, ഇന്ന് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇന്ത്യക്കുള്ളത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ എക്സ്പോർട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കരയുന്നതിന് പകരം എക്സ്പോർട്ടിന് പകരം നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടി നമ്മുടെ ഗ്രോത്തിനെ കൂട്ടുക എന്നുള്ളൊരു പോളിസിയിലേക്ക് പോകും. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇന്ത്യ എക്കണോമിക്കലി ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് മുമ്പോട്ട്. വളരെ നന്ദി സർ.